ഹലോ ഗൈസ്, അല്ലേ ഒന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ അനിയൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് 2 ദിവസമായിട്ട്. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അത് വീഡിയോ കുറച്ച് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ശനിയാഴ്ചയായിരുന്നു പിറന്നാൾ, നാളെ വരുന്നത്. അന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുകയാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുള്ളതാണ് കേട്ടോ. അവന് പിന്നെ ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാക്കി. സൺഡേ ഫംഗ്ഷൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ 3 ആള് എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഏട്ടനും ചേച്ചിയും എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. നടുവിലിരിക്കുന്ന ആളിൻ്റെ അനിയത്തീൻ്റെ മോനാണ് കേട്ടോ. അവനാണെങ്കിൽ വെറും ആക്ഷൻ മാത്രമേ ഉള്ളൂ. അവന് ഫുഡ് കഴിക്കണവും കാര്യങ്ങളൊന്നുമില്ല. അവരെ കൂടെ ഒപ്പിരുന്നാണ്ട് ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ ചേച്ചിക്ക് വാരി കൊടുക്കാമെന്നും പറഞ്ഞാണ്ട് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അവളെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇതാ മറ്റേയാൾ ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം പിറന്നാളാണെന്നുള്ള യാതൊരു അഹങ്കാരവും ഇല്ലാതെയാണ് കേട്ടോ മൂപ്പര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അറിയാതെ നാരങ്ങച്ചാർ എടുത്തൊന്ന് വായിൽ വെച്ചു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആള് പപ്പടാണ് വിചാരിച്ചെടുത്ത് വായിലിട്ടതാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ മതിയാക്കി എണീറ്റ് പോവാണ്. മുണ്ടൊക്കെ എടുത്തപ്പോൾ ആളാരോ ആയ പോലെയാണ് അവൻ്റെ കാട്ടില്. അവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട് മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാൻ. അങ്ങനെ കുറേ നേരം അവൻ്റെ ഓരോരോ ഫാഷൻ ഷോയും കണ്ട് ഞങ്ങളിരുന്നു. സദ്യ കഴിക്കുന്നത് കാണാൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അവരുടെ മുന്നിൽ തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് അത് കഴിക്ക്, പപ്പടം എടുക്ക്, പായസം എടുക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് എണീക്കാൻ തുടങ്ങി ട്ടോ. ഇവൻ കാരണവരായതുകൊണ്ട് ഓനിപ്പോൾ വേണ്ട എല്ലാവരും കഴിക്കുമ്പോൾ മതിയെന്നും പറഞ്ഞ് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അനിയത്തി. കുട്ടികൾ കഴിച്ച ഇലയിൽ തന്നെ അമ്മമാർ ഇരിക്കുക എന്നുള്ളൊരു ശീലം അത് പണ്ടേ ഉള്ളതാണോന്ന് അറിയില്ല. പക്ഷെ ഇവർ രണ്ടാളും ഓടിപ്പോയി അതിലിരുന്നു. അന്ന് കഴിക്കാൻ കൊണ്ട് പെട്ടെന്ന് ചോറുണ്ട് നീക്കാലോ എന്ന് വിചാരിച്ച് മറ്റേത് വിളമ്പാനാവണല്ലേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്, സൺഡേ. അപ്പം ഇന്ന് രാവിലെ ഇതാ എല്ലാവരും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛച്ചനായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. വലിയാൾ അവനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൻ ഉറങ്ങി നീച്ചിട്ട് ചായ കുടിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂണ് വീർപ്പിക്കണ്ടേ, ഒരുക്കങ്ങൾ നടത്തണ്ടേ എന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. മറ്റവർ രണ്ടാളും എന്തൊക്കെയോ അറിയുന്ന പോലെ ഇങ്ങനെ അതിനൊപ്പം കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അനിയനും കൂടി ഡെക്കറേഷൻ പരിപാടിയിലേക്ക് തിരിഞ്ഞു. പിന്നെ കുറഞ്ഞ രീതിയിലൊക്കെ ഞങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പുറത്താരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളേതായ രീതിയിലൊക്കെ ഒന്ന് ബലൂണുകളൊക്കെ തൂക്കി ചെറിയൊരു ഡെക്കറേഷൻ ഉദ്ദേശിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ ബലൂണും വീർപ്പിച്ച് അതിൻ്റെ ഒരുക്കങ്ങൾക്ക് നിൽക്കുമ്പോൾ ഇവിടെ ദാ 2 പേര് ഞങ്ങൾ വീർപ്പിക്കുന്ന ബലൂണൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പൊട്ടി പോകുന്നുണ്ട്, കുറേ അവർ കൊണ്ടുപോയി കളിക്കുന്നുണ്ട്, കുറേ പാറി നടക്കുന്നുണ്ട്. അങ്ങനെ അവരതും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ജലദോഷമുള്ളതായ ഒരു കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബലൂണൊക്കെ കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ആ പരിപാടി ചെറിയ രീതിയിൽ ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാ പിറന്നാളുകാരനെ ഷൂ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആൾ ഫുൾ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 11 മണിക്കാണ് കേക്ക് കട്ടിങ് പറഞ്ഞത് കേട്ടോ. ആ സമയത്തേക്ക് തന്നെ ഏകദേശം എല്ലാവരും എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1-2 ആൾക്കാരും കൂടി വരാനുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവരെ വെയിറ്റ് ചെയ്തു. കുറച്ച് ആൾക്കാർ എത്തി. അത് കഴിഞ്ഞ് കേക്ക് മുറിക്കാന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഒരു വിശേഷമൊക്കെ ഉണ്ടായി എല്ലാവരും കൂടുമ്പോൾ അതൊരു വേറൊരു രസമാണല്ലേ. എല്ലാവരും കാണാനും എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്നൊരു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവണം. അങ്ങനെ എല്ലാവരും വന്നു. ഇതാ കസിന് വന്നു. കസിൻ്റെ കൂടെ ഒരു സെൽഫി. പിന്നെ എല്ലാവരും കൂടെ കുറേ സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പിറന്നാളുകാരൻ്റെ എൻട്രിയാണ്. ഇതിങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ആൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന വിചാരിച്ചു. പക്ഷേ വണ്ടിയൊക്കെ കണ്ട് അതിലുള്ള പോക്കും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ടുണ്ട്. നല്ല പവറിൽ തന്നെയാണ് അവൻ്റെ പോക്ക്. അവൻ്റെ ഹാപ്പി ഇതാ കണ്ടാൽ അറിയാലോ. ആള് ഫുൾ എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട് വണ്ടി പാട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അവന് കത്തിയൊക്കെ പിടിച്ച് നിന്നപ്പോഴേക്കിനും ചെറിയൊരു കുറുമ്പും വാശിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പറ്റണില്ല എല്ലാവരും കൂടിയും പിടിക്കണതൊന്നും. പിന്നെ കേക്ക് മുറിക്കാൻ തുടങ്ങി എല്ലാവരും കൈയടിക്കണൊക്കെ കണ്ടപ്പോൾ ആള് ആകെ അന്തം വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ അവിടെ നടക്കുന്നതെന്നുള്ളവന് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാവരും കാണിക്കുന്നതൊക്കെ കണ്ട് അവന് ചിരി വരുന്നുണ്ട്. പിന്നെ കേക്കൊക്കെ ഒന്ന് വായിലാക്കി കൊടുത്തപ്പോൾ തന്നെ ആള് ഹാപ്പി ആയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവരുടെ അവസരമാണല്ലോ. എല്ലാവരും കൂടിയും ചെന്ന് അവൻ്റെ വായിൽ ഓരോ ലേശം വായിൽ തോണ്ടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. അരഞ്ഞാണം, വെള്ളീൻ്റെ അരഞ്ഞാണം, ഒരു വെള്ളി
താളയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കവറിലാക്കി കൊടുത്ത് അത് നല്ല പവറിലൊക്കെ പിടിച്ചിരിക്കുകയാണ് ആള്. കഴിക്കാൻ എന്ത് കിട്ടിയാലും ആള് നല്ല ഹാപ്പിയാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണിത്. അപ്പം എല്ലാവരും തോണ്ടി തേച്ച് വായിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ട്. ആർക്കും ആരോടും വേണ്ടാന്ന് അവൻ പറയുന്നില്ല കേട്ടോ. പിന്നെ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേക്ക് മേലാറ്റൂരിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. 5 കിലോൻ്റെ കേക്കാണ് കേട്ടോ ഉള്ളത്. അവർ ഡെക്കറേറ്റ് ചെയ്ത് നല്ല നൈസായിട്ട് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. കേക്ക് കൊടുത്തു പോണവരെല്ലാവരും ഓരോ ഗിഫ്റ്റും പൊതിയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവൻ നോക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ചെന്നാണ്ട് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചോന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആളത് വായിലിടാൻ നോക്കുക. ഇത് അച്ഛനും അമ്മയും കൂടി അവന് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു വണ്ടി. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ, അച്ഛമ്മ. അച്ഛമ്മ അവന് വന്ന് കേക്കൊക്കെ കൊടുത്തു. ചെറിയച്ഛനാണ് അച്ഛൻ്റെ അനിയനാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുന്ന് താളിയും മരഞ്ഞാണൊക്കെ അവന് ഇടിയിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇടിയിക്കുകയാണ് കേട്ടോ. ഇതിനൊന്നും ആൾക്കൊരു കുഴപ്പമില്ല. എല്ലാത്തിനും നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറി. ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് വന്ന വണ്ടി ഇവള് വാങ്ങിയതാണ് കേട്ടോ. അവൻ രണ്ടാമത്തെ അനിയത്തി, ഇത് ചെറിയ അനിയത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണിത്. ഇതിലിരുന്ന് അവനെ ഒരുപാട് അടിച്ചും പൊടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കച്ചറയും വാശിയൊന്നും ഇല്ലാതെ തന്നെ അവൻ അവൻ്റെ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറന്നാളിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. കേക്ക് മുറിക്കൽ കഴിഞ്ഞു. ഇനി അതെല്ലാവരും കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ എൻ്റെ അടുത്ത് വന്ന് വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ അനിയത്തിയും വന്നിട്ട് വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്തു. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അടുത്തത് ഇനി ഫുഡാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളമ്പാനുള്ള കാര്യങ്ങളിലൊക്കെ തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ടു എല്ലാവരും. നെയ്ച്ചോറും കടായി ആയിരുന്നു ഫുഡ്. അങ്ങനെ മേശയും കസേരയൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാവരും ഇരുത്തി വിളമ്പി ടേബിളിലൊക്കെ ഓരോന്നോരോന്ന് കൊണ്ടുപോയി വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു 100 ആൾക്കാരെ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. റിലേഷൻ തന്നെ അധികം ഉണ്ടായിട്ടുള്ളൂ. അധികം വലിയ കുറേ ആൾക്കാരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലേഷൻ തന്നെ എന്തോ ഒരു പരിപാടി നടത്താനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ആരെയും മിസ് ചെയ്യാതെ എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇവനും ഉണ്ട്. ഇവനെ എപ്പോഴും ഞാൻ ഫോൺ ഓൺ ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഇത് ചെറിയച്ഛനാണ്. ചെറിയച്ഛനും പിന്നെ അനിയത്തീൻ്റെ മോനുമാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിൽ വീട്ടുകാരുടെ കൂടാണല്ലോ. അങ്ങനെ ഞങ്ങളും പോയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മായിയാണ്. അമ്മായി വിളമ്പി തരണമെന്നും ചോദിച്ച് വരികയാണ്. വീഡിയോ ഓണാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വിളമ്പി തരാമെന്നൊക്കെ പറഞ്ഞ ആളൊപ്പമുണ്ട്. ഫുഡ് അടിപൊളിയായിരുന്നു. കഴിക്കാൻ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂടൊന്നും അല്ലല്ലോ. അപ്പം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കഴിച്ചാൽ പോണൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഫുഡ് അടിപൊളിയായിരുന്നു. അത് നന്നായിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഫുഡ് കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി ഫുഡ് കഴിക്കൽ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും സൗകര്യമായിരുന്നു വരാനും പരിപാടി നടത്താനും ഒക്കെ. അന്നൊരു മഴയ്ക്കൊരു ഇടവേള ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകിയില്ലാന്ന് ഇനി ആരും പറയില്ലല്ലോ. എന്താ കൈ കഴുകണ വീഡിയോ ഇതിൽ പെട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇനി ഫുഡ് കഴിക്കലൊക്കെ ഒരുവിധം ഏകദേശം എല്ലാവരും കഴിഞ്ഞു. ഇനി എല്ലാവരോടും പോയി കുറച്ച് നേരം സംസാരിക്കണം. ഫ്രീ ആയിട്ട് കുറച്ച് നേരം എല്ലാവരുടെ അടുത്തും പോയിരിക്കണം. അനിയനൊക്കെ ലാസ്റ്റ് ആയിരുന്നത് കേട്ടോ. അവനും അച്ഛനും ഒക്കെ ലാസ്റ്റാണ് ഇരുന്നത്. അപ്പോൾ അവരുടെ അടുത്തും പോയി കുറേ നേരം കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ഇത്രയൊക്കെയാണ് പിറന്നാൾ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്.